ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പിള്ളേരിലേക്ക് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. നമുക്ക് ഒറ്റ മിനിറ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, സാറിന്റെ പേരും കൂടെ. ടോണി സിംഗ്. ടോണി സിംഗ്. ചക്ക ആവേശമാണ് ടോണി സാറിന് ആവേശം. യെസ്, നമ്മുടെ പിള്ളേരിലേക്ക്. ജില്ല ഏതാ? തൃശ്ശൂര്. കൊടുക്കുവോ? കപ്പ് കൊടുക്കുവോ? കൊടുക്കൂല. കൊണ്ടുപോകും. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇവിടെ ഉണ്ട് കപ്പ്. അതെ, അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം അല്ലേ? തുടങ്ങുമല്ലേ? തൃശ്ശൂർ എത്രാമത്തെ സ്ഥാനത്താണെന്നറിയോ? മൂന്നാമത്തെ. 2 ദിവസം കൊണ്ട് കയറി വരുവോ? 2 ദിവസം ഉണ്ട്. കയറി വരാൻ പറ്റുമോ? നമുക്ക് പറ്റും. കോൺഫിഡൻസ് ആണ് പിള്ളേരെ. ഓക്കെ, പെർഫോമൻസ് ഒന്ന് നോക്കട്ടെ. കപ്പടിക്കുമോ എന്നുള്ളത് നിങ്ങളുടെ പെർഫോമൻസിലാണ് ഇരിക്കുന്നത്. ഇച്ചിരി കൂടെ നമുക്ക് ബാക്കിലോട്ടായിട്ട് നിൽക്കാം. റൗണ്ടിലോ ഇവരങ്ങനെ അങ്ങോട്ടധികം പോവല്ലേടാ. ഭവം തെളിഞ്ഞു ഭവാൻ ഭാഷിതം മമ കേൾക്ക. ഭാവം തെളിഞ്ഞു ഭവാൻ ഭാഷിതം മമ കേൾക്ക. ഫുല്ലശോക ബകൂള പൂർണ്ണമായിടുന്ന നല്ലോരുദ്യാന മിതം. നല്ലോരുദ്യാന മിതം. നരപതേ കാൺക. നരപതേ കാൺക. മല്ലലോചന ചാരു മലയ മന്ദമാരുതൻ. മല്ലലോചന ചാരു മലയ മന്ദമാരുതൻ. മെല്ലവേ അണകയാൽ. മെല്ലവേ അണകയാൽ. അങ്ങനെ നമ്മൾ അടുത്ത ഇവന്റിലേക്ക് വീണ്ടും ഒരു മലപ്പുലയാട്ടം. പോവല്ലേ? റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ, എനർജി പോരട്ടെ. യെസ്, തുടങ്ങാം. സ്റ്റാർട്ട്.
ഓക്കെ, അങ്ങനെ പിള്ളേർ ഇതിന്റെ താളം പിടിക്കാത്ത മനുഷ്യന്മാരിവിടെ കാണില്ല, ഇല്ലേ കാളിദാസ? എല്ലാരും തലയൊക്കെ ആട്ടി നിൽക്കുക. ഇനി നമുക്ക് ഇവരുടെ പേര് ചോദിച്ചു പോകാം അല്ലേ? പേര് ചോദിക്കാം. യെസ്, മോളെ പേര്? ഹിബ ഫാത്തിമ, ഹയ, ഫർസാന, നമിത്ര, അനുദ്ര, ഷിയ, വൈഗ, ആകർഷ, ആർഷ, സ്വാതി, ശ്രീലു, അൽഫോൺസ. യെസ്, നമുക്കേ അവരുടെ മുഖം ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ഒന്ന് പതിയട്ടെ. നമ്മൾ അശരീരി പറയുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാം. നമുക്ക് പേര് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ക്ലാസും കൂടെ പറയണം. അൽഫോൺസ 9th, ശ്രീലു 8th, സ്വാതി 9th, ആർദ്ര 10th, ആകർഷ 8th, വൈഗ 9th, ഷിയ 9th, അനുദ്ര 9th, നമിത്ര 10th, ഫർസാന 9th, ഹയ 9th, ഹിബ 9th. അപ്പൊ ഇതില് 10ാം ക്ലാസ്സുകാരാകെ 2 പേരേ ഉള്ളൂ അല്ലേ? 2 പേരേ ഉള്ളൂ. ഇനി വർഷങ്ങളുണ്ട് നമുക്ക്. അടുത്ത കൊല്ലം ഇവരുടെ കൂടെ ആയിരിക്കത്തില്ല. അതെ, പുതിയ ടീമായിരിക്കും. നിങ്ങളോ? നിങ്ങളുടെ കയ്യിലേക്ക് പുതിയ ആൾക്കാരും വരും അല്ലേ? അടുത്ത ടീം അടുത്ത കൊല്ലം എ ഗ്രേഡ് ഉറപ്പാ. ഇപ്പൊ എ ഗ്രേഡ് ഇല്ലേ? എ ഗ്രേഡ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഇവന്റുകൾ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പം തൃശ്ശൂര് കപ്പ് കൊണ്ടുപോവാ. അല്ല, കൊണ്ടുപോകുന്നില്ല, കൊടുക്കുന്നില്ല, ഇവിടെ തന്നെ അങ്ങ് വെക്കുക. ഓക്കെ, അപ്പൊ തകർത്ത് കേട്ടാ, ഗംഭീരമായി. യെസ്, ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല, പെട്ടെന്ന് അല്ലേ കൊടുത്തു തുടങ്ങി കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു ടീം. യെസ്. അപ്പം കാളിദാസ, നമ്മുടെ പ്രധാനപ്പെട്ട നമുക്ക് ഒരു ടീമും കൂടെ ഉണ്ടല്ലേ? ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അതിനുശേഷം നമുക്കൊരു പ്രത്യേക അതിഥിയുണ്ട്. പ്രത്യേക അതിഥിയുണ്ട്. ആ അതിഥിയെ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയെ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിഥി നമ്മുടെ കയ്യിലുണ്ട്. അകത്ത് നമ്മൾ സേഫ് ആയിട്ട് വെച്ച കാര്യം കാണിച്ചിട്ടില്ല. അപ്പം ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അതിഥിയെ കൊണ്ടുവരും. വായോ, വാ. കേറിക്കോ. മൈമല്ലേ? മൈമ നമുക്ക് വന്നിട്ടില്ല. മൂകാഭിനയം. ഏതാ ജില്ല? പാലക്കാട്. പാലക്കാട് കൊപ്പം കൊണ്ടുപോവോ? 4ാം സ്ഥാനത്താ പാലക്കാട്. 1ാം സ്ഥാനത്ത് എത്തും അല്ലേ? പാലക്കാടിനാണ് ഇത്തവണ കപ്പ്. അപ്പം നമുക്ക് ഇവരുടെ പേര് ചോദിച്ചു പോണോ? പേര് ചോദിച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങാം. മോനെ, ഇത് പേര് പറയാ, പാസ് ചെയ്യാം. എന്റെ പേര് നിഹാൽ. ക്ലാസ്? ഞാൻ +1 പഠിക്കുന്നു. ഏതാ സ്കൂൾ? ഏതാ? BSS ഗുരുകുലം. ഗുരുകുലം അറിയാത്തവരുണ്ടോ? ഞങ്ങൾ മുദ്രാവാക്യമില്ലേ? ഞങ്ങൾ കേട്ടോ, അത് പൊളിഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങളത് പൊളിച്ച് ബ്രേക്കിംഗ് ആയിരുന്നു. ഞങ്ങളൊക്കെ ബ്രേക്കിംഗ് ചെയ്ത വാർത്തയാണ് ഗുരുകുലത്തിന്റെ ഒരു വാർത്ത. നിങ്ങളുടെ ഈ കൊല്ലത്തെ മുദ്രാവാക്യം അത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടെ പറയണേ. ഭവ്യ +1 സയൻസ്. എന്റെ പേര് ആദിത്യ +2 കോമേഴ്സ്. എന്റെ പേര് സജിൻ ദാസ് +2 സയൻസ്. എന്റെ പേര് അൽഫിൻ +2 സയൻസ്. എന്റെ പേര് നിതിൻ രാജ് +2 കോമേഴ്സ്. എന്റെ പേര് ശ്വേത എസ്. ഈ സയൻസും കൊമേഴ്സും എപ്പോഴും അടിയല്ലേ പൊതുവെ? നിങ്ങൾ സൗഹൃദമാണല്ലേ? അതെ, 7 ശരീരം 1 മനസ്സും. അപ്പം ഓൺലൈൻ ടീമിന് ഞങ്ങൾ അതെ. അപ്പൊ നമുക്ക് മൈമിലേക്ക് കടന്നാലോ? മൈക്ക് ആവശ്യമില്ലല്ലോ. ഒരു കുറച്ച് സീൻസ് 50 സെക്കൻഡ്സ്. അതിന് മൈക്ക് ആവശ്യമുണ്ട്. മ്യൂസിക് കേൾക്കണം. മ്യൂസിക് വേണം. മ്യൂസിക് റെഡിയാണോ? മൈമിന്റെ മ്യൂസിക് റെഡിയാണോ? മ്യൂസിക് ഫോണിലുണ്ട്. അപ്പൊ നമുക്ക് ആ മ്യൂസിക്കിലേക്ക് നമ്മൾ നേരെ കടക്കുകയാണ്. ഓക്കെ, ആ മ്യൂസിക് വരുമ്പോഴേക്കും ഗുരുകുലത്തിന്റെ ആ മുദ്രാവാക്യം ഒന്ന് കേട്ടാലോ? ഇക്കൊല്ലത്തെ ആനന്ദമാണ് മതം, കലയാണ് മതം, ജീവിതമാണ് മതം. പിന്നെ അത്രേ ഉള്ളൂ. ആനന്ദമാണ് മതം, കലയാണ് മതം. ആനന്ദമാണ് മതം, കലയാണ് മതം, ജീവിതമാണ് മതം. ഇന്നലെ എന്തു വലുത് നീണ്ടുപോയി പോലെ ആനന്ദമാണ് കല, ആനന്ദമാണ് കല, ആനന്ദമാണ് ജീവിതം, ആനന്ദമാണ് മതം. ഇപ്പഴാ കറക്റ്റ്. ഇന്നലെ ആ മോളുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അവള് പറഞ്ഞ ഒരു കാര്യമില്ലേ, ഗുരുകുലത്തിന്റെ സ്വർണ്ണച്ചിറയിലേറി സ്വർണ്ണക്കപ്പുമായി ഗുരുകുലം അല്ല ഗുരുകുലത്തിന്റെ സ്വർണ്ണച്ചിറകിലേറി പാലക്കാടിന് സ്വർണ്ണക്കപ്പ്, അങ്ങനെ എന്തോ ഒരു സംഭവം അത് കിട്ടുന്നു. ആ കുട്ടി പറഞ്ഞു ഭയങ്കര വൈകാരികമായിട്ടൊരു അടിക്കുറിപ്പ് പറഞ്ഞു. നിങ്ങളുടെ ഗുരുകുലത്തെ കുട്ടിയാ. പേര് ഞാൻ മറന്നു. ഏതായിട്ടും ഓർമ്മയില്ലടാ, കുറെ പേര് ഒട്ടും ഓർമ്മയില്ല. എന്തായാലും അപ്പൊ മ്യൂസിക് റെഡിയാണോ? മ്യൂസിക് റെഡി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നിങ്ങൾ സെറ്റ് ആയിട്ട് നിന്നോ.
ഒന്നുമില്ല, ഒന്നും പേടിക്കില്ല, ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും ആരും പേടിക്കണ്ട. ആ അതെ, ഏട്ടനെ വിളിക്കണോ? ചേട്ടനാണോ പഠിപ്പിച്ചത്? ചേട്ടാ ഇങ്ങ് വാ, കറങ്ങി വാ, കറങ്ങി വാ. ആശാന്റെ ശിഷ്യനാണോ? അതെ, ആശാന്റെ ശിഷ്യോ? വാ, കറങ്ങി വാ, കറങ്ങി വാ. നമ്മൾ അടിക്കാൻ സാധ്യതയുണ്ട്. അതെ, എവിടെ എവിടെ ചേട്ടാ ആശാന്റെ ശിഷ്യൻ എവിടെ? ശിഷ്യോ, ഓയ് ശിഷ്യോ. ഞങ്ങളുടെ ഗുരുവിന്റെ പൂർണ്ണ വിദ്യാർത്ഥിനിയാണ്. ഗുരുവത്തിന്റെ സ്വത്താണ്. ഒരു ആവേശം കൊടുത്തേ. അതെ അതെ, എന്താ ആശാനെക്കാളും ശിഷ്യനോട് അങ്ങനെ ഇത്ര ഒരു അങ്ങനൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവരും എന്തുകൊണ്ട് ഈ ശിഷ്യൻ പ്രിയപ്പെട്ടവനാകുന്നു നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സീനിയറാണ്. അതായത് എല്ലാ സീനിയേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് പോകുന്നതാണ് നോർമലി. ഈ ഒരു കലയുടെ പ്രണയം കൊണ്ടും ഞങ്ങളോടുള്ള ഒരു താല്പര്യം കൊണ്ടും ഞങ്ങളെ എപ്പോഴും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പല മിസ്റ്റേക്കുകളും പറഞ്ഞു തരുന്ന ഒരു ഏട്ടനാണ് തിരുവനന്തപുരം. എപ്പോഴും കൂടെ കാര്യമായിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ട്? ഇവരുടെയൊക്കെ വലിയേട്ടനാണ്, സൂപ്പർ സീനിയർ. നമ്മൾ പഴയൊരു മോഹൻലാലിന്റെ പടം ഇല്ലേ, സർവകലാശാല എന്ന് പറയുന്നത്, കോളേജ് വിട്ടിട്ടും കോളേജിന്റെ ഓർമ്മകളുമായി വീണ്ടും അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ. അങ്ങനെ ഒരു ലാലേട്ടനാണോ ഇത്? ദിനുവേട്ടൻ. ഓക്കെ, കുട്ടികളുടെ പ്രിയപ്പെട്ട ദിനുവേട്ടൻ. യെസ്. അപ്പം പാലക്കാടിന് തന്നെയാണോ കപ്പ്? ഉറപ്പാണോ? അതിൽ മാറ്റമൊന്നുമില്ല. യെസ്, ദിനുവേട്ട പാലക്കാടിനാണോ കപ്പ്? ഉറപ്പ്. എന്താ ദിനുവേട്ടൻ ഒരു കോൺഫിഡൻസ് കുറവ്? ഇല്ല, കോൺഫിഡൻസ് കുറവൊന്നുമില്ല, ഒരു കുറവുമില്ല. കപ്പ് അങ്ങോട്ടല്ല, ഗുരുകുലം തൂക്കും. യെസ്, അടിപൊളി. ഇപ്പൊ ഗുരുകുലത്തിന്റെ പിള്ളേര് കൊള്ളാം. ഡേ 1 തൊട്ട് അതെ, അതും പാലക്കാട് കപ്പും കൊണ്ടുപോകും. BSS ഗുരുകുലം 13ാമത്തെ തവണയാണോ? ചരിത്രമാണ്. അതെ, കണ്ടിന്യൂസ് ആയിട്ട് 13ാം കൊല്ലം അടിക്കാൻ പോകും ഇപ്രാവശ്യം. കണ്ടിന്യൂസ് ആയിട്ടല്ലേ? കോൺഫിഡൻസ് റെക്കോർഡാണല്ലേ? ഞങ്ങൾ അതിനുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഡിസിപ്ലിനോടെ എല്ലാ പ്രാക്ടീസും ഡെയിലി ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് വരുന്നത്. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള എന്തായാലും ഫലം എന്തായാലും ഉണ്ടാവും. ഒരു മെസ്സേജ് ആണോ? അതിന്റെ എക്സാമ്പിളാണ് ഗുരുകുലം. ഓരോ ദിവസം പിള്ളേരൊക്കെ ഗംഭീരമാക്കട്ടെ, മിനിറ്റിന് കണ്ടന്റ് തന്നോണ്ടിരിക്കും. അതെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീം. അപ്പം ഇനി നമ്മൾ അടുത്ത വിശിഷ്ടാതിഥിയിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ, ആരാണ് ആ വിശിഷ്ടാതിഥി? നമുക്കൊരു അതിഥി ഉണ്ട്. ഓക്കെ, നമ്മൾ അദ്ദേഹത്തെ ആദ്യം സ്റ്റേജിലേക്ക് വിളിക്കാം. അദ്ദേഹം വന്നു കഴിയുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ആരാണ്. നമുക്ക് എന്നാലും ഒരു ചെറിയൊരു ഇൻട്രോ കൊടുക്കണം. അതെ, അതാരാണെന്നുള്ളത്. ബിഗ് ബോസിൽ നിന്ന് വന്ന ഒരാളാണ്. അതെ അതെ, ബിഗ് ബോസിന്റെ ഒരു ആളാണ്, നമ്മുടെ ഒരു കോമണർ ആണ്, തൃശൂർ ജില്ലക്കാരനാണ്, ഏറ്റവും കൂടുതൽ വോട്ടൊക്കെ നേടിയ ഒരാളാണ്, ഒരു കർഷകനാണ്, എഴുത്തുകാരനാണ്. ഏകദേശം പിടി കിട്ടിയോ? അനീഷ് ചേട്ടനെ അറിയോ ബിഗ് ബോസിലെ? അനീഷ് ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി ബിഗ് ബോസിലെ. ഓക്കെ, അനീഷ് ചേട്ടാ, വെൽക്കം ദ സ്റ്റേജ്. അനീഷ് ചേട്ടന്റെ ഒരു ഡയലോഗ് തന്നെ പറയണം. അനീഷ് ചേട്ടൻ വരുമ്പോ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. അതാണ് അനീഷ് ചേട്ടന്റെ ഏറ്റവും വലിയൊരു ഇൻട്രോ ഇരിക്കുന്നത്. അനീഷ് ചേട്ടാ, വെൽക്കം. താങ്ക് യു. അതെ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ജനസാഗരം ഇവിടെ കാണുന്നത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. അപ്പൊ തൃശ്ശൂർ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമില് ഇത്രയധികം ആളുകളെ കാണുമ്പോ അത് അടിപൊളിയായിട്ടുള്ള ഒരു ഫീലാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തൃശ്ശൂർക്കാരനാണല്ലോ, കപ്പെടുക്കുവോ? തൃശ്ശൂർ കപ്പെടുക്കണം തീർച്ചയായിട്ടും. കഴിഞ്ഞ കൊല്ലം തൃശ്ശൂരാണ് കപ്പെടുത്തത്. അപ്പൊ ഉറപ്പായിട്ടും ഇക്കൊല്ലം ഇനി ദിവസങ്ങളുണ്ടല്ലോ, തൃശ്ശൂർ തിരിച്ചു വരും, കപ്പെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. സ്റ്റേജ് നടന്ന പരിപാടിയൊക്കെ കണ്ടില്ല, എങ്ങനെയുണ്ട് പിള്ളേരുടെ എനർജി? പിള്ളേരുടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കലോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വൈബാണ് അല്ലെ. പ്രത്യേകിച്ച് അത് സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരാകുമ്പോ അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വൈബാണ്. അപ്പൊ ഉറപ്പായിട്ടും കണ്ടില്ലേ ഇപ്പൊ ആളുകൾ, എത്ര ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ആ ഒരു കലോത്സവത്തിന്റെ ഒരു മഹിമ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഉറപ്പാണ് എന്റെ ജില്ല തൃശ്ശൂർ വിൻ ചെയ്യും എന്നുള്ള, കപ്പ് ഉയർത്തും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതെ, പിന്നെ കർഷകനാണ്, മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, എഴുത്തുകാരനാണ്, നേരം തുഴഞ്ഞ്. അപ്പം എങ്ങനെയാണ് ആ ഒരു അത്രയും പോകുന്ന ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് ബിഗ് ബോസിലേക്ക് എത്തി, ബിഗ് ബോസിൽ അവസാന റൗണ്ട് ഒരു കോമണർ എന്നുള്ള നിലയ്ക്ക് എത്തി, പിന്നീട് ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി? എങ്ങനെ തോന്നുന്നു ആ ഒരു ചേഞ്ച്? ബേസിക്കലി ഞാനൊരു കർഷകനാണ്. അല്ല, വേറെ കാര്യം പറ്റേ, ഇപ്പൊ കോമണർ ആണോ? ഇപ്പൊ കോമണർ ആണോ? അല്ല, അപ്പോഴായിരുന്നു കോമണർ. അതെ, ബിഗ് ബോസിൽ കേറുന്നവരെ ഞാൻ കോമണർ ആയിരുന്നു. ഇപ്പോഴും കോമണർ എന്നറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഇപ്പൊ ആളുകൾ തിരിച്ചറിയുന്നു, ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷമുണ്ട്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നവരോട് ചോദിക്കും, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ,
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവിടെ ഉണ്ടായത്? അതേപോലെ അകത്തുള്ള സൗഹൃദം പുറത്തു വരുമ്പോഴും ഉണ്ടോ? ആ അകത്ത് കുറെ പേര് അടിയായത് നമ്മൾ കണ്ടായിരുന്നു. ഈ ഡിസ്റ്റൻസ് വിട്ടു നിൽക്കണം അല്ലേ? ഈ ഡിസ്റ്റൻസ് ഒരു കയ്യകലം. ആക്ച്വലി ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോ ഞാൻ ഓരോ നിമിഷം എൻജോയ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് 100 ദിവസമല്ല, ഇനി 200 ദിവസമായാലും എനിക്ക് അവിടെ നിൽക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു. ബിക്കോസ് ഞാൻ ആ ഒരു ഷോനെയും ആ ഒരു വീടിനെയും ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഫീൽ ചെയ്തിരുന്നില്ല. പിന്നെ അവിടെ അടി എന്നതിനേക്കാൾ ഉപരി സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പൊ തിരിച്ചിറങ്ങിയിട്ടും ആ സൗഹൃദം എല്ലാവരുമായിട്ട് ഒരു പ്രൊഫഷണൽ ബന്ധം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോ ചില സൗഹൃദങ്ങൾ ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മളൊരു ക്ലാസ്സിലാണെങ്കിലും ഇവിടെ എത്രയോ പിള്ളേര്, എത്രയോ കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്യുന്നു, അവർക്കും ചില ഒരു ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പുറത്തിറങ്ങിയിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ബിഗ് ബോസിലൊപ്പം ഉണ്ടായിരുന്നവരെല്ലാരും ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ്. എല്ലാവരായിട്ട് ഒരു പ്രൊഫഷണൽ ബന്ധം ഞാൻ കീപ്പ് ചെയ്യുന്നു. അതെന്താ അങ്ങനെ ഒരു വേർതിരിവ് പറഞ്ഞു? അതായത് ഇപ്പോ നമുക്ക് എന്താ പറയാ, നമുക്ക് ഒരു ചിലപ്പോ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. ഉറ്റ സുഹൃത്ത് എന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരായിട്ട് ഒരു നല്ല ബന്ധം, പ്രൊഫഷണൽ ഒരു അപ്രോച്ച്, കൂടാതെ ഇപ്പോ ഷാനവാസൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോഴേ ഈ പുറത്തിറങ്ങിയപ്പം നിങ്ങൾ ആ കാർഡ്, ഒരു വിക്ടിം കാർഡ് കളിക്കുമല്ലായിരുന്നോ എന്ന് ആരെങ്കിലും ചോദിച്ചോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ഇറക്കിയായിരുന്നോ എന്ന് ചോദിച്ചോ ആരെങ്കിലും? ഞാൻ ആക്ച്വലി ഒരു കാർഡും അവിടെ ഇറക്കിയിരുന്നില്ല. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് അവർ ചോദിച്ചിരുന്നു, ഇങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്, അങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ അവിടെ ജെനുവിനായിട്ടാണ് നിന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു കാർഡുകൾ എന്ന് പറയുന്നത് കാണുന്ന ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവാണ്. ഞാൻ അങ്ങനെ ഒരു തരത്തിലും ഒരു കാർഡ് ഇറക്കിയിട്ടൊന്നും അല്ല അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിലുള്ളപ്പോഴും അനീഷേട്ടന്റെ നാട്ടുകാർ പറഞ്ഞത്, അനീഷ് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ അതേപോലെയാണ് അനീഷ്. അവിടെ ചെന്ന് വേറെ ഒറ്റപ്പെടൽ കാർഡ് എന്നൊക്കെ അനീഷേട്ടന്റെ പേരിൽ ഒരു കാർഡൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. അനീഷ് നേരത്തെ ബാങ്കിലായിരുന്നു, പിന്നെ അവൻ എഴുത്തുകാരനായി, അങ്ങനെ തന്നെയാണ് നാട്ടുകാർ. കർഷകനാണ്. കേരള വിഷൻ ന്യൂസിന് അനീഷേട്ടനായിട്ടുള്ള ബന്ധം അറിയാം. നമ്മൾ നേരത്തെ കേരള വിഷന്റെ ഫാമിലിയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ ബുക്ക് എന്നേരം തുഴഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ചാനലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ തൃശ്ശൂർക്ക് വരുമ്പോ, ഈ കലോത്സവത്തിന് വരുമ്പോ ഏറ്റവും ആദ്യം ഇവിടേക്ക് വരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. കാരണം എന്റെ ആ ഒരു പുസ്തകത്തിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അടക്കം എന്നെ സപ്പോർട്ട് ചെയ്തത് കേരള വിഷനാണ്. പ്രത്യേകത എന്ന് പറയുന്നത്, ഈ അനീഷേട്ടന്റെ സ്റ്റോറി അല്ലെങ്കിൽ അനീഷേട്ടന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ നേരത്തെ ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അനീഷ് ആന്റണിയാണ്. എനിക്ക് ആക്ച്വലി അനീഷ് ആന്റണി ആയിട്ട് എനിക്ക് കുറെ കാലത്തെ ഒരു ബന്ധമുണ്ട്. ഒന്നാമത് എന്റെ പഞ്ചായത്തിലുള്ള ഒരു അംഗമാണ് അനീഷ് ആന്റണി. പിന്നെ എന്റെ സ്കൂളിൽ എന്റെ സീനിയർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ലോക്കൽ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോ, കോളേജിൽ പഠിക്കുമ്പോൾ ലോക്കൽ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ന്യൂസ് പറഞ്ഞു തരുന്നത് ക്യാമറാമാൻ, അങ്ങനെ ഒരു കാര്യം ചെയ്തോട്ടെ, അനീഷ് ആന്റണിയുടെ പഴയ കുറെ കഥകളൊക്കെ അറിയായിരിക്കും അല്ലേ? അറിയായിരിക്കുമെന്നാ പറയുന്നത്. ഉണ്ട്, ആ വഴി ഓടി. അപ്പം എന്തായാലും നമ്മൾ കലോത്സവത്തിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. എന്തൊക്കെയാണ് കലോത്സവ ഓർമ്മകൾ? അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പെർഫോമൻസ് കൂടെ വേണം. കലോത്സവത്തിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2004 തൃശ്ശൂരായിരുന്നു കലോത്സവം ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ കോളേജിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്ന ഒരു പ്രായമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെ വന്ന് എല്ലാ മത്സരങ്ങളും കാലത്ത് മുതൽ വൈകിട്ട് വരെ എല്ലാ മത്സരങ്ങളും കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് തൃശ്ശൂർക്ക് വീണ്ടും വന്നപ്പോൾ എനിക്ക് അതിന് സാധിച്ചില്ല, കാരണം ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2004 ഫുൾ കലോത്സവം കണ്ട് ഒക്കെ ഞാൻ വണ്ടടിച്ചിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വേറെ ഏതെങ്കിലും ഇവന്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂൾ ലെവലിൽ ഞാൻ എല്ലാ മത്സരങ്ങളിലും, ഇപ്പോൾ എഴുത്തിൻ്റെതായാലും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. കോളേജിലാണെങ്കിലും എഴുത്തിന്റെ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. പിന്നെ മോണാക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. കുറച്ച് കയ്യിലുണ്ട്.
പക്ഷെ അതൊക്കെ മറന്നുപോയി ആക്ച്വലി. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഒരു പെർഫോമൻസ് നമ്മുടെ കൂടെ ഒന്ന് കാണുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിശേഷത്തില്ലേ, അത് കഴിഞ്ഞിട്ടാണ് പെർഫോമൻസിലേക്ക് വരുന്നത്. അത് ഞാൻ പെർഫോം ചെയ്യാനായിട്ട് അത് എത്ര കാലം മുന്നുള്ളതാണെന്ന് അറിയോ? രേണു ശ്രുതി ചേച്ചിയോട് ചേട്ടൻ പറഞ്ഞില്ലേ കണ്ണടച്ച്, ഞാനൊരു രേണുവാണ്, എന്റെ പേര് ശ്രുതി ഇല്ലെന്നേ ഉള്ളൂ, എന്നോട് ആ ഡയലോഗ് പറഞ്ഞു. ആ ഡയലോഗിനെ നമുക്കൊരു അപ്പോഴേക്കും ഒന്ന് പ്രിപ്പയർഡ് ആയിക്കോ. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രിപ്പയർഡ് ആവാനുള്ള ഒരു സമയം ഞങ്ങൾക്ക് തരുക. ഇതിന് ഞാൻ എന്ത് മറുപടി പറയുന്നതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡയലോഗിലെ കണ്ണടച്ച് കിടക്കുന്ന ഞങ്ങളൊന്ന് കേൾക്കടാ. നമുക്ക് അതിലേക്ക് ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ആയാലും അപ്പൊ അതിലേക്ക് ഒരു സമയം ഒന്ന് പ്രിപ്പയർ ആവാം. പറ്റും. യെസ് പറ്റും. ചേട്ടൻ അടുത്തൊരു പെർഫോമൻസ് കാണുന്നു, അതിന്റെ ആ ടെൻഷൻ ഇപ്പൊ ഏറിയ ടെൻഷൻ നമുക്കൊന്ന് ഇറക്കാം. അതെ, അടുത്തൊരു പെർഫോമൻസ് കാണണം എന്തായാലും. ഞാൻ രേണുസുതി ആവാം ആ സമയത്ത്. എന്തായാലും മനസ്സിലുള്ള എല്ലാ ഇതും വരട്ടെ. നമ്മളൊരു കാര്യമുണ്ട്, നമ്മളൊരു പെർഫോമൻസ് കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആയിരിക്കും. കാരണം നമ്മൾ ആ ഒരു പെർഫോമൻസിൽ അലിഞ്ഞ് അങ്ങനെ പോകും. പ്രത്യേകിച്ച് തൃശ്ശൂർ നടക്കുമ്പോൾ നമുക്ക് അതൊരു വികാരം കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പെർഫോമൻസ് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫോമൻസ് വേണം. മസ്റ്റാ. ഞാൻ രേണുസുതിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയുടെ ഭാഗമാണ്. അപ്പൊ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാം അല്ലേ? അപ്പൊ ആ പെർഫോമൻസ് ഒന്ന് കാണാം. തീർച്ചയായിട്ടും. അതെ, അത് കഴിഞ്ഞിട്ട് രേണു ഇവിടെ റെഡിയാ. ശരി, അപ്പൊ എന്തായാലും അടുത്ത പെർഫോമൻസ് കാണാം. യെസ്, ബാക്കിൽ ആ ടീമുണ്ട്. ചേട്ടാ അങ്ങോട്ട് ഇരുന്നാട്ടെ. ചേട്ടാ അല്ലെങ്കിൽ അനീഷേട്ടാ, അല്ലെങ്കിൽ എന്താ നമുക്ക് നമ്മുടെ ഇതിന് കൂടെ അങ്ങ് നിന്നാലോ? അതാണ് ഒന്നും കൂടെ നല്ലതെന്ന് തോന്നുന്നല്ലേ? അനീഷേട്ടൻ അറിയായിരുന്നോ? ബിഗ് ബോസ് കാണാറുണ്ട്. യെസ്, നമുക്ക് ഏതാ ജില്ല? കൊല്ലംകാര്. പേര് പറഞ്ഞോട്ടെ. കൃഷ്ണവേണി, അഞ്ജന, അനന്യ, അമൃത, രുദ്ര, ഗായത്രി, നന്ദിത. ഇവരുടെ പെർഫോമൻസിലോട്ട് കൊല്ലം കപ്പടിക്കുവോ? പറ. അടിക്കും. അനീഷേട്ടാ കൊല്ലം കപ്പടിക്കുമെന്ന്. ഒരു തൃശ്ശൂക്കാരൻ എന്ന നിലയിൽ ഞാനത് പറയില്ല. കാരണം എനിക്ക് എന്റെ ജില്ല വിജയിക്കണം എന്നുള്ള വാശിയുണ്ട്. പക്ഷെ പിള്ളേരല്ലേ, എന്നാലും നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് പറയാണ്. അതെ, നന്നായിട്ട് ചെയ്യാം. എന്താ മക്കളെ ഐറ്റം എന്താ? സംസ്കൃത സംഘഗാനം. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഒരു 2 ലൈൻ. ഓക്കെ. जय जय भारत जननी स्वामी भवयमपि वरदे प्रणमामा. जय जय भारत जननी स्वामी भवयमपि वरदे प्रणमामा. प्रणवयुक्तामवेदसुगान प्रणन विबोधन महिते. प्रणवयुक्तामवेदसुगान प्रणन विबोधन महिते. जय जय भारत भावुक जननी. जय जय भारत भावुक जननी. जय जय भारत जननी. ഗംഭീരം. അനീഷേട്ടാ എങ്ങനെയുണ്ട്? ഗംഭീരം. വായോ. ഗംഭീരം അല്ലേ? അതെ. കൊടുത്താലോ? മൈക്ക് ഓഫ് ആണ്. ഒരു മിനിറ്റ്. മൈക്ക് കൊടുക്ക. ഇപ്പോഴും ഗംഭീരം. എന്തായാലും അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നന്നായിരുന്നു. യെസ്, സൂപ്പർ, ഗംഭീരം. അതെ. അത് അനീഷേട്ടനായിട്ട്
ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആ സംസ്കൃത സംഘഗാനം. ഇത് ആക്ച്വലി സംസ്കൃത സംഘഗാനല്ലേ? ഞാൻ പക്ഷെ സംസ്കൃതം അല്ല പഠിച്ചിരിക്കുന്നത്, ഞാൻ മലയാളത്തിന്റെ ഒരു അതെ സംസ്കൃതത്തിൽ പെട്ടെന്ന് ഒരു പാട്. അതെ അതെ, അതിലേക്ക് എത്താനൊരു പാട്. ഞാൻ ഇമ്പമുള്ളതായിരുന്നില്ലേ? തീർച്ചയായിട്ടും, അതാണ് പറഞ്ഞത്. സംസ്കൃതം അറിയാത്ത എനിക്ക് കൂടെ ആസ്വദിക്കാനായിട്ട് പറ്റി. ഭാഷയ്ക്ക് അതീതമാണ്. അതെ അതെ അതെ, സംഗീതം, ആ ഒരു റിതമും ആ ഒരു പാടുന്ന രീതിയും അതൊക്കെ കണ്ടപ്പോ സൂപ്പർ, അടിപൊളി. ഞാൻ ഒന്നും കൂടെ ചോട്ടെ, കൊല്ലം കപ്പടിക്കുവോ? അടിക്കും. ഓ, അനീഷേട്ടനാകെ ധർമ്മസംഘം എന്ന് പറയും. എന്താണ് ഇവരുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്? അത് വലിയൊരു എഫേർട്ടാണ്. അപ്പൊ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പരമാവധി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതെ, അപ്പൊ മക്കളെ താങ്ക് യു. കൊല്ലം കപ്പടിക്കട്ടെ. കപ്പടിക്കുമല്ലോ. യെസ്, ആ കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. എപ്പോഴും ആ കോൺഫിഡൻസ് വേണം അല്ലേ അനീഷേട്ടാ? എപ്പോഴും കോൺഫിഡൻസ്. തീർച്ചയായിട്ടും ഒരു സമയത്ത് പോലും കോൺഫിഡൻസ് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മളെപ്പോഴും ഒരു എന്താ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക്. അതെ, ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പൊ താങ്ക് യു. യെസ്, ഹാപ്പി അല്ലേ? പിള്ളേർ ഹാപ്പിയാ. അപ്പൊ അതാണ് അനീഷേട്ടാ, പിള്ളേര് ഹാപ്പിയാ. നീ നമ്മളൊന്ന് ഹാപ്പി ആക്കണം. രേണു ഉണ്ട്, രേണു. ശരിക്കും ഒരു രേണുന്നാണ്. ശരിക്കും രേണുകാന്ന പേര്. നമ്മുടെ രേണുകാന്നാണ് പേര്. ഞങ്ങളെല്ലാരും അവിടെ. ഇതെന്താ കാര്യം എന്നറിയോ? ആ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മള് ഒരു പെർഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അത് ആക്ച്വലി നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ആ വീട്ടിലുണ്ടായിരുന്നപ്പോ അങ്ങനെ വന്നു പോയതാണ്. ആ ഒരു എന്താ പറയാ, ആ ഒരു ഡയലോഗ് ഇത്രമാത്രം ഹിറ്റായി ഞാൻ അറിഞ്ഞേ ഇല്ല. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഞാൻ മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ തന്നെ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഹിറ്റായിരുന്നു എന്നുള്ളത്. അപ്പൊ എനിക്കുള്ള ആകെ ഒരു എന്താ പറയാ ധർമ്മസങ്കടം എന്ന് വെച്ചാൽ ഇനി എനിക്ക് അതേപോലെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ശരിക്കും അത് ജീവിക്കുക. ആ സമയത്ത് അത് വന്നു പോയതാണ്, ഓട്ടോമാറ്റിക്കലി അത് വന്നു പോയതാണ്. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെക്കുകയാണ്. സങ്കടമായി രേണുവിന്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പാട്ട് പാടണം. അത് പാടാം, അതൊക്കെ പാടാം. പിന്നെ പാട്ട് പാടാനൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ കൂടെ തുടങ്ങി വെക്കും. ഏത് പാട്ട്? ഞാൻ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഒരു കണ്ണാന്തുമ്പി എന്ന് പറഞ്ഞൊരു പാട്ട് ഹിറ്റായിരുന്നു. അപ്പൊ എന്തായാലും അതിന്റെ ഒരു 2 ലൈൻ പാടാം. യെസ്, ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. കുഴപ്പമില്ല, നമ്മളുണ്ട് കൂടെ. അതാണ് എന്റെ ഒരു ധൈര്യം. അനീഷേട്ടനുള്ളതാ. അപ്പൊ റെഡി. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കണ്ട, അതാണ് ഞങ്ങൾ കട്ടക്ക് നിൽക്കും, കട്ടള പോലെ. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, എന്ത് സാഹചര്യത്തിലും നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഒരു കൈമുതല്. ഞങ്ങളുടെ ധൈര്യം കണ്ടില്ലേ, എന്തും ചെയ്യാൻ. ശുഭാപ്തി വിശ്വാസമാണ്. അതെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറ. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നല്ല പോലെ പോകുന്നു. കൃഷിയൊക്കെ എന്ന് പറഞ്ഞ ഒരു കൊയ്ത്ത് എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു കർഷകൃഷിയൊക്കെ വാങ്ങണ്ടേ? കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങും. ഞാൻ എന്റെ മാക്സിമം ഇപ്പൊ കൃഷിയുടെ ഒരു കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ച നാൾ മുതൽ എന്റെ കൂടെ പാരലായിട്ട് സഞ്ചരിച്ച ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് എനിക്ക് ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. കുളിക്കാന്നൊക്കെ പറയുന്ന പോലെ. അതെ. എന്റെ വീടിരിക്കുന്നതും കോടന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പൊ അവിടെ ഭൂരിഭാഗം ആളുകളും ഒരു കർഷകരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതൊരു സെപ്പറേറ്റ് ആയിട്ട് അയ്യോ എനിക്ക് കൃഷി ചെയ്യണം അങ്ങനത്തെ ഒരു കാര്യം എനിക്കില്ല. അതങ്ങനെ പാരലായിട്ട് നമ്മളെ എങ്ങോട്ടൊക്കെ ജീവിതത്തിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ കൂടെ സഞ്ചരിച്ച അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും എന്റെ ഫാദർ ആണെങ്കിലും ഞാനാണെങ്കിലും അത് കൂടെ കൊണ്ടുപോകുന്നു. അപ്പം വേറൊരു കാര്യം കൂടെ, എഴുത്തുപുരയിൽ പുതിയ
പിറവിക്ക് സാധ്യതയുണ്ടോ? ചോദിക്കാൻ വരുമായിരുന്നു. അല്ലെങ്കിൽ പണിപ്പുരയിലാണോ? അതെ, ആക്ച്വലി എന്റെ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് എന്നേരം തുഴഞ്ഞായിരുന്നു. അത് ഒരു വിധത്തിൽ നല്ല ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് മുൻപ് തന്നെ ഒരു നോവൽ എഴുതിയിരുന്നു. അപ്പൊ ആ ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു 3 ദിവസം പോകുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ വന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മാതൃഭൂമി ബുക്സ് ആണ് അത് പുറത്തിറക്കുന്നത്. അതിന്റെ ഓൾറെഡി പേരൊക്കെ പുറത്തു വന്നു. കതിരാളൻ എന്നാണ് ബുക്കിന്റെ പേര്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 20-ാം തീയതിക്ക് ശേഷം എല്ലാ ബുക്ക് സ്റ്റാളുകളിലും അവൈലബിൾ ആയിരിക്കും. ഫെബ്രുവരി 1-ാം തീയതി ട്രിവാൻഡ്രത്ത് മാതൃഭൂമി സാഹിത്യോത്സവത്തിൽ വെച്ചിട്ടാണ് ഒഫീഷ്യലായിട്ട് അതിന്റെ ലോഞ്ച് ഉള്ളത്. അതെ. അപ്പം വേറൊരു കാര്യം, നേരത്തെ കോമണർ ആയിരുന്നു, സെലിബ്രിറ്റി ആയി. നമ്മൾ നല്ല കാര്യങ്ങൾ പറയാനായി ആൾക്കാർ ഒരുപാട് വന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നീ എന്ത് പണിയാടാ കാണിച്ചത് ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിഷേധ സ്വരം എവിടെന്നെങ്കിലും ഉയർന്നു കേട്ടോ? ഇതേവരെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി. അതെ, ഹൃദയത്തിലുണ്ട്. അതെ, ആക്ച്വലി ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ കയറുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം. അത് കൂടാതെ നമുക്ക് 100 ദിവസം നിന്നിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റുക എന്ന് പറയുന്നത് മഹാഭാഗ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടി എന്നുള്ളതിൽ ഞാൻ എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറെ ഫൈറ്റ് ഒക്കെ ഉണ്ടായില്ലോ ഇതിന്റെ ഉള്ളില്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടേ ചേട്ടൻ അവരെ വിളിച്ചോ, അല്ലെങ്കിൽ അവർ ചേട്ടനെ വിളിച്ചോ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞപ്പോ അവർക്ക് ഇപ്പോഴും ഒരു ദേഷ്യം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും? അങ്ങനെ ആരോടും എനിക്കും എല്ലാരും വിളിച്ചു പുറത്തിറങ്ങി കഴിഞ്ഞ. എനിക്ക് ആരോടും ദേഷ്യമില്ല, അവർക്കും എന്നോട് ദേഷ്യമില്ല. അപ്പൊ അതിനുശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോരോ പ്രോഗ്രാമുകളിൽ കാണും, ഇനോഗ്രേഷൻസിൽ കാണും. അപ്പോഴൊക്കെ നമ്മളൊരു ബന്ധം വന്നു പിറന്നു സന്തതിയായി ഭരതനും വന്നു പിറന്നു. എത്ര വിചിത്രമാണോരോരോ ചിത്രമെഴുതും കഥകളെന്നോ, എത്ര വിചിത്രമാണോരോരോ. കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഇത് രണ്ടായിരുന്നു ഒരു മേജർ സഹമത്സരാർത്ഥികളുടെ മേജർ കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഫോണില്ലാതെ മനീഷേട്ടനെ കൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ജീവിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഫോണില്ലാതെ എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാനായിട്ട് പറ്റും. ഈ രേണുവിന് ഒരു നിമിഷം പോലും അങ്ങനെ പറ്റില്ലെന്ന് ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യമുണ്ട്, അടുത്ത പിള്ളേർ വന്നു, നമുക്ക് അടുത്ത പെർഫോമൻസ് കൂടുതൽ വിശേഷങ്ങളായാലും നമ്മുടെ അടുത്ത വട്ടപ്പാട്ടാ കേട്ടോ. മക്കളെ റെഡിയാണോ? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പം ഏതാ ജില്ല? ഏതാ? വയനാട്. സ്കൂള് സെന്റ് മേരീസ്. റിസൾട്ട് വന്നോ? അപ്പൊ പരിപാടിയിലേക്ക് കടന്നാലോ? അപ്പൊ ആരാണ് പാടുന്നതാരാ? യെസ്, അടവിൽ വെറ്റില അട്ട പുകയില അടുക്കി കെട്ടിയും ഇടുത്തുമ്പത്തേ അനിശായക്കര സ്വർഗ ചുശല ക്ഷണിത രസികൾ കാരണൊരുത്തേ താരം പിടിത്തവർ ഹരം കുലുക്കി മുറുകി രസകരം വകമൊളിയുന്നേ വകമന മധുരം ചിരി പടരുന്നേ ഉണർവാം സഭയിൽ മംഗളം നേരുന്നേ പിന്തുന്നു നിശത്തിൽ മണവാളൻ തോളരുമൊന്നായി മുന്തിടുമഹിലോരിൽ മുന്തിയ താളത്തിൽ വട്ടത്തിൽ കൈമുട്ടി കോത്തിടാ അണിയിച്ച മണിയറ കടന്നതിൽ മണവിയിൽ അടുത്തിരങ്കൊതി നിറഞ്ഞേ മംഗളം നേരാം സഭയിൽ മംഗളം
നെട്ടോട്ടങ്ങൾ. തിരക്കുള്ള നട്ടുച്ച മണിക്കൂറുകളിൽ ഒരു തുള്ളി ഞാനെങ്ങാനും ഒഴുകി ഉടുപ്പ് നനീച്ചേക്കൊന്ന് നിങ്ങൾ പേടിച്ചില്ലേ പെണ്ണുങ്ങളെ? ആ നെണ്ടുകളിറക്കി വലിക്കുന്ന വേദനയിൽ കാലിൽ തലോടി പിടുത്തം വയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ പെണ്ണുങ്ങളെ? തീണ്ടാരി തുണിയിലൊരു കമ്പു നാട്ടിയാൽ അതൊരു ലോക, ചുമന്ന ലോകം. പ്രിയപ്പെട്ട വിശുദ്ധരെ, ആർത്തവം അശുദ്ധിയല്ല. മൂത്രമൊഴിക്കുന്ന കുഞ്ഞിന് ഡയപ്പർ വാങ്ങാൻ ആരും മടിക്കാറില്ല. കയ്യോ കാലൊടിഞ്ഞവർക്ക് ബാൻഡേഡ് വാങ്ങാനും ആരും മടി കാണിക്കാറില്ല. പിന്നെ എങ്ങനെയാണോ അവൾ മാറ്റി നിർത്തപ്പെടുന്നത്? സാനിറ്ററി നാപ്കിൻസ് ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നാകുന്നത്? ചോദ്യം നിങ്ങളോടാണ് പ്രിയപ്പെട്ട ആണുങ്ങളെ. വലിയൊരു സന്ദേശമാണ്. തീർച്ചയായിട്ടും ഇത്ര ഒരു ചെറുപ്രായത്തിൽ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു കാര്യം എടുക്കുക, തീം എടുക്കുകയും അത് നന്നായിട്ട് ഏറ്റവും മനോഹരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. കൺഗ്രാചുലേഷൻസ്. അതെ, അതിന്റെ ഇടയ്ക്ക് അവൻ ഇങ്ങനെ ഒരു പ്രധാന വാർത്ത വായിച്ച് അത് നമുക്കിട്ടാണല്ലോ. അതെ, അപ്പൊ എന്തായാലും ഗംഭീരമായി മോനെ, തകർത്തില്ല അനിച്ചേട്ടാ? തീർച്ചയായിട്ടും ഗംഭീരമായി. മലപ്പുറത്തേക്ക് ഒരു എ ഗ്രേഡ് കിട്ടിയില്ലേ? ഇനി ഏതൊക്കെ ഇവന്റുകളുണ്ട്? സ്റ്റേറ്റിൽ തന്നെ ഉള്ളൂ. ഇത് തന്നെയുള്ളൂ. കുറെ കൊല്ലമായോ മോണാക്ടിൽ? ഞാൻ ഫസ്റ്റ് ടൈം ആണോ? അടിപൊളി, തകർത്തല്ലേ? തോന്നുന്നുണ്ടോ അനീഷേട്ടാ? ഒരിക്കലും തോന്നുന്നില്ല. അത്ര സൂപ്പർ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ തുടർച്ചയായിട്ടുള്ള കൊല്ലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ മോനെ താങ്ക് യു. എന്തായാലും ചേട്ടാ പിള്ളേര് കണ്ടോ? പിള്ളേര് നമ്മൾ വാഴുന്നിടം ബാസുര ഭാവി കോർക്കുന്നിടം ഭാരതം നമ്മൾ വാഴുന്നിടം ബാസുര ഭാവി കോർക്കുന്നിടം ബാപ്പുജി ഗാന്ധിജി മഹനീയമാം വിജി വെട്ടിത്തരിച്ചോരിടം സ്വാതന്ത്ര്യം നമ്മൾക്കായി തന്നോരിടം ഹിന്ദു മുസൽമാനും കലക്കൻ പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. അസോസിയേറ്റ് സ്പോൺസർ Aquila Finance, the legacy of trusted service since 1995. ജെൻലാഗ് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. Kochi's most sought after affordable lending library and co-working space. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. ഇങ്ങനെ നിന്നിട്ടില്ല. അനീഷ് ഒരു പ്രസംഗം പറയൂ. ജസ്റ്റ് നമ്പർ 16 ഓൺ ദ സ്റ്റേജ്. അനീഷ് താങ്കൾ തയ്യാറാണോ? വിഷയം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് റിപ്പോർട്ട് ചെയ്യാം. അതല്ലേ നല്ലത്? അത് തന്നെ നല്ലത്. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. രണ്ടുപേരും. ഓക്കെ,
64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂർ അതിവർണ്ണാഭമായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഈ സ്കൂൾ കലോത്സവം അതിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആരുടെയെങ്കിലും നമുക്ക് ഈ സ്കൂൾ കലോത്സവത്തിന്റെ പൾസ് അറിയാനായിട്ട് ചോദിക്കാം അല്ലേ? ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടനോട് ചോദിക്കാം. ചേട്ടന്റെ പേര്? സുരേഷ് ഏട്ടനാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സുരേഷ് ഏട്ടൻ എവിടെന്നാണ് വരുന്നതെന്ന് നമുക്ക് ചോദിക്കാം. സുരേഷ് ഏട്ടൻ എവിടെന്നാ വരുന്നത്? തൃശ്ശൂർ ജില്ല തന്നെ തൃശ്ശൂർ വനിതാ കോളേജിൽ വർക്ക് ചെയ്യുന്നു. കണ്ടോ, തൃശ്ശൂർക്കാരൻ തന്നെയാണ്. ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. അതെ ശക്തന്റെ മണ്ണിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച ആളും തൃശ്ശൂർക്കാരൻ തന്നെയാണ്. ഗംഭീരമായി. അപ്പോഴേ നമുക്കൊരു വെല്ലുവിളിയാണോ? ഞാൻ പറയട്ടെ, തൃശ്ശൂരിലുള്ള നമ്മുടെ അനീഷ് ആന്റണിയെ കട്ട് ചെയ്തിട്ട് ഈ അനീഷ് ആന്റണി അങ്ങ് കിട്ടിയല്ലോ. അനീഷ് ആന്റൺ നാളെ തൊട്ട് തൃശ്ശൂർ ഇല്ല. വിട്ടോ. അനീഷ് ഉണ്ട്. അതെ, അല്ലെങ്കിൽ രണ്ട് അനീഷുമാരും കൂടെ ഒരുമിച്ച് തരിക വാർത്ത. അതെ, നീ എന്റെ പണി കളഞ്ഞിട്ടാണോ? അല്ല, അനീഷ് ആന്റണി പൊതുവെ ക്യാമറയുടെ മുന്നിൽ വരാറില്ല. അങ്ങനെയാണെങ്കിൽ അനീഷ് ആന്റണി ക്യാമറയുടെ പിന്നിൽ നിന്ന് വാർത്ത കൊടുക്കട്ടെ, മുന്നിൽ നിന്ന് അനീഷ് റിപ്പോർട്ട് ചെയ്യട്ടെ. എന്താ, റെഡിയല്ലേ? റെഡിയാണ്. ആവേശായി ഞങ്ങൾ കാരണം മാധ്യമരംഗം ഇഷ്ടപ്പെടുന്നു അല്ലേ? അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഇപ്പൊ നോക്ക്, ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. ഒരുപാട് ഈ സൈഡിൽ കൂടെ കൈയൊക്കെ കാണിക്കുന്നത് ബാക്ക് ചെയ്ത് സ്ക്രീനില് നമ്മുടെ അനീഷേട്ടൻ ഒരു കൈയടി. അനീഷേട്ടൻ വലിയൊരു കൈയടി. അനീഷേട്ടൻ ഇവിടെ പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല. ഹാപ്പിയായോ? ഹാപ്പി. ഫുൾ ഹാപ്പി. അതാണ് അനീഷേട്ടൻ സ്നേഹം വാരി വിതറുന്നു. അതാണ് തൃശ്ശൂരിന്റെ ഒരു പൾസ്. തൃശ്ശൂർ മാത്രമല്ല, എല്ലാ ജില്ലകളിലും അനീഷേട്ടനെ കാണാൻ വേണ്ടി കുറെ പേര് എത്തിയിട്ടുണ്ട്. ഏത് ജില്ലക്കാരാണ്? വലിയ ഫാനാണ്. ഒരുപാട് സന്തോഷം. അതെ, അപ്പം അതാണ് അനീഷേട്ടൻ. ആ കോമണറിൽ നിന്ന് മാറിയ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതത്ര മോശമല്ല. അല്ല, ജനങ്ങളുടെ മനസ്സിലുള്ള ഇടമല്ലേ? അത് തീർച്ചയായിട്ടും. ഒരു എന്താ പറയാ, ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് തന്നെ 4 ആള് നമ്മളെ അറിയണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് 4 അല്ല, 40 40,000 അല്ല, അതങ്ങനെ പോവാ. അപ്പൊ അതിന് സന്തോഷമുണ്ട്. കാരണം ജനങ്ങളാൽ തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോമണ ഇത്രയും സ്റ്റേജിലെത്തുന്നത് ശരിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് അനീഷേട്ടന്റെ ഒരു പത്രമാണ്. നമുക്കൊക്കെ ഒരു പ്രചോദനമാണ് ശരിക്കും അനീഷേട്ടൻ. സത്യം. അതെ, ആ കോമണറുടെ ഒരു വിജയം എന്നുള്ളത്. ചേട്ടാ, എന്റെ പേര് പ്രദീപ്. എന്റെ മോള് വിളിച്ചിട്ട് പറഞ്ഞു അനീഷ് മാഷിനെ ഒന്ന് കണ്ട് ഒരു കൈ കൊടുക്കണം, വീട്ടിൽ ഇരുന്നവരൊക്കെ ഒന്ന് കാണണമെന്ന്. മോളെ പേര് ആരുഷിക്ക് ഹായ് കൊടുത്ത അനീഷേട്ടാ. ആരുഷി ഒരു ബിഗ് ഹായ് പറഞ്ഞിരിക്കുന്നു ആരുഷിക്ക്. അതെ, ആരുഷിക്ക് അവിടെ ഒരു ഹായ് കിട്ടി. എനിക്കും സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. യെസ്, അതാണ്. അപ്പൊ നമ്മുടെ ലൈവ് കണ്ടിട്ട് ആരുഷിക്ക് ഒരു ഹായ് പറഞ്ഞേക്കുവാണ്. ചേട്ടനൊരു ബിഗ് ഹായ് അല്ലേ? അതെ. ആരുഷി ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആരുഷി ഹായ്. അതെ, അപ്പൊ ഞാൻ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അടുത്തൊരു പെർഫോമൻസിന് ശേഷം ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. കാണാം. അടുത്തതാരെ നാടോടി നൃത്തമാണ്. മോനെ ബാ. മോനെ ഏതാ ജില്ല? പത്തനംതിട്ടയാണ്. നമുക്ക് ആ പെർഫോമൻസിലേക്ക് കടന്നാലോ? മ്യൂസിക് റെഡിയാണോ? ജില്ലക്കാരാ. പത്തനംതിട്ട കപ്പടിക്കുവോ? അടിക്കും. ബാക്കോട്ട് നിൽക്കണേ. മ്യൂസിക് റെഡിയാണോ? മ്യൂസിക് റെഡിയാണ്. എല്ലാരും ഇത്തിരി ഒന്ന് ബാക്കോട്ട് നിന്നാ മോനെ ഓടി നടന്ന് കളിക്കാം. അതെ, എന്നിട്ട് നമുക്ക് വീണ്ടും വരാം. അതെ, മ്യൂസിക് റെഡിയാണോ? റെഡിയാണ്. ക്യാമറയുടെ സൈഡിൽ നിന്ന് ചേട്ടാ ഒരു ഇച്ചിരി ബാക്കിലോട്ട്. നമുക്ക് അനീഷേട്ടനെ നമുക്ക് വിട്ടുതരാം, സെൽഫിക്കായി വിട്ടുതരാം. അനീഷേട്ടനെ സെൽഫിക്കായിട്ട് വിട്ടുതരാം. നമുക്ക് നമ്മുടെ മക്കളുടെ പെർഫോമൻസ് അല്ലേ വലുത്. അനീഷേട്ടാ ഒന്ന് പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യും. മ്യൂസിക് റെഡിയാണോ? ഓക്കെ. പ്രതികാരദാഹിയായി ദക്ഷൻ സ്വന്തമായൊരു യാഗം നടത്തിയിടുന്നു. സർവരെയും ക്ഷണിച്ചു ദക്ഷൻ, ശിവനെ മാത്രം അകറ്റി നിർത്തി
യാഗത്തിനു പോകാനായി ശടിക്കുന്നു ദാക്ഷായണി, തടുക്കുന്നു മഹാദേവൻ, പിണങ്ങുന്നു ദേവി. ഒടുവിലത്താതെന്റെ യാഗശാലയിൽ സതീദേവി എത്തിയ മാത്രയൊന്നിൽ പ്രതികാര പരിഹാസ ശരമെയ്തിടുന്നു, രക്ഷണമകളെ കളിയാക്കുന്നു. കണ്ടാലറയ്ക്കും കപാലഹസ്തൻ ചുടലഭസ്മധാരി നിന്റെ പതി, നിബിഡവനം പോലെ ജടമുടിയും ധാരമോ പല്ലകം കാട്ടുജാതി. അതെ അതെ തകർത്തു. അനീഷേട്ടാ എങ്ങനെയുണ്ട്? അനീഷേട്ടാ സെൽഫി മോഡിലോട്ട് പോയി. എങ്ങനെയുണ്ട്? അടിപൊളി പെർഫോമൻസ്. സെൽഫി എടുത്താലും ഞാൻ പെർഫോമൻസ് മൊത്തം കണ്ടു. കാരണം അവരോട് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതെ, ഞാനൊന്ന് കണ്ടോട്ടെ. അതെ അതെ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഏതാ ജില്ല? പത്തനംതിട്ട. എന്റെ നാട്ടുകാരനാ. ഓ അത് ശരി. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഗംഭീരമായിരുന്നു. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. മോന്റെ പേര്? ശ്രീനിധി വിനോദ്. എത്ര ക്ലാസ്സിൽ? 10. ഇപ്പൊ എത്ര കൊല്ലമായി നാടോടി നൃത്തം? ഇപ്പം 3 വർഷമായി. ഇത് മാത്രമേ ഉള്ളോ ഇനം? വേറെ ഏതെങ്കിലും? വേറെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. തകർത്ത്. പത്തനംതിട്ട എ ഗ്രേഡ് അല്ലേ? പത്തനംതിട്ട അഭിമാനം. അനീഷേട്ടാ, ഇവിടെ വേറെ പ്രശ്നം എന്താണെന്നറിയോ? അവള് പത്തനംതിട്ടയാ, കോഴിക്കോട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. അതിന്റെ ഇടയ്ക്കാണ് തൃശ്ശൂർക്കാരൻ പെട്ടുപോയി. അപ്പൊ ഒരു പെടലുമില്ലേ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാൾ മതി. അതാണ് കണ്ടോ, ഈ മൊത്തം തൃശ്ശൂർക്കാരാണ്. അപ്പോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊരു വലിയ ഫാക്ടാണ്. പക്ഷെ എന്നാലും കോഴിക്കോട് കപ്പെടുക്കാനാണ് സാധ്യത. ഞങ്ങളുടെ എവിടെയും കപ്പെടുക്കും. അപ്പം നമുക്ക് ശരിക്കും വിശദമായി എന്തൊക്കെയായാലും കലോത്സവമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത്. ഇത്രയും ആളുകൾ ഇപ്പൊ അടുത്ത കൊല്ലം, ഈ കൊല്ലം ഇപ്പൊ തൃശ്ശൂരാണ്, അടുത്ത കൊല്ലം വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോഴും ഇത്രയും ക്രൗഡ് ഉണ്ടായിരിക്കും, ഇത്രയും ആളുകൾ, ഇത്രയും കുട്ടികൾ പെർഫോം ചെയ്യാൻ വരും. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് വിജയിക്കുന്നത് സംസ്ഥാന കലോത്സവമാണ് അല്ലെ? അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ആര് കപ്പെടുത്താലും ഈ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാന കലോത്സവം എന്ന് പറയുന്ന ഒരു കാര്യമാണ് വിജയിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇതേപോലത്തെ ഒരു ഇത്രയും ജനപ്രീതി ആർജിച്ച ഇത്രയും വലിയൊരു മഹാമേള നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനീഷേട്ടൻ കുറെ നേരം നമ്മൾ അനീഷേട്ടനെ വിടുന്നില്ല. പുള്ളി പറഞ്ഞ ബിഗ് ബോസിൽ പോലും ഇത്രയും യാതനകൾ നേരിടേണ്ടി വന്നിട്ടില്ല. അതൊക്കെ തരണം ചെയ്ത മനുഷ്യർ അന്നിന്നൊരുങ്ങുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ വിടുന്നല്ലേ. ഇനി ഒറ്റ ചോദ്യം കൂടെ, ആ ചോദ്യം കൂടെ, അതാണ് ലാസ്റ്റ്. എഴുത്തുണ്ടല്ലോ, കുഴപ്പിക്കുന്ന ചോദ്യം. ഞാൻ സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം എഴുത്തുകാരനാണ്, ഒരു പുസ്തകം എഴുതി, ഒരു ആത്മകഥ പ്രതീക്ഷിക്കാമോ? ആ ആത്മകഥയിൽ ബിഗ് ബോസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടാകും? ആത്മകഥ എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എഴുതുള്ളൂ. അപ്പൊ വരും. അങ്ങനെ ഒരു ആത്മകഥയുണ്ട്. തീർച്ചയായിട്ടും. ബിഗ് ബോസ് ഫെയിം അനീഷിന്റെ ആത്മകഥ ഉടനെ ഉണ്ടാവില്ല. കുറച്ച് അതിന് മാത്രം ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ബിഗ് ബോസിലെ 100 ദിവസവും അത് പോരെ? അത് ബിഗ് ബോസിന് അത് മാത്രം ഒരു 2 അധ്യായം കാണൂല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തായാലും ആത്മകഥ എഴുതണം എന്നുള്ളത് ഏതൊരു എഴുത്തുകാരനെ പോലെയും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഉടനെ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നോവലിലാണ്. അപ്പൊ ഒരു നോവൽ ഇപ്പൊ അടുത്ത് വരും. ഇപ്പൊ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ വീണ്ടും നേരത്തെ പേര് പറഞ്ഞ പേരൊന്നും കൂടെ പറയാം. കതിരാളൻ. അണിയറയിൽ കുറെ എഴുത്തുകൾ വരുന്നുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് പോകണം. അങ്ങനെ തിരക്കഥാകൃത്താവാനും. അതെ, തീർച്ചയായിട്ടും. അതിന്റെ മണിപ്പുര നടക്കുന്നുണ്ടോ? അതിന്റെ ഇങ്ങനെ ആലോചനയിലാണ്. ഉടനെ ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? എന്നെ കണ്ടിട്ട് ഇതിൽ കഥാപാത്രം തരാൻ തോന്നുന്നുണ്ടോ? ഉണ്ട്. കിലുക്കത്തിലെ മറ്റേ രേവതി. അല്ല, അത് ഫസ്റ്റത്തെ മാത്രമേ അവർക്ക് കൊടുക്കാവൂ. 2ാം ഭാഗം കൊടുക്കരുത്. എന്നുവെച്ചാ ട്രാൻസ്ഫോമിൽ കൊടുക്കരുത് അവർക്ക്. ആക്ച്വലി അത് കൃത്യമായിട്ട് ഒരു ഫോർമാറ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കുന്നതിൽ കുഴപ്പമില്ല. അനുസേട്ടാ ഞാനും സ്യൂട്ടബിൾ ആണെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ എന്തും ചെയ്യും. ഞാൻ
ഞാൻ സ്കൂളിൽ കോളേജിലൊക്കെ നാടകം ചെയ്തിട്ടുണ്ട്. കാളദാസ് നമുക്ക് അനീഷേട്ടനെ വിടാൻ സമയം. അപ്പൊ നമ്മള് തൃശ്ശൂരിന്റെ ഒരു ചെണ്ടമേളം കൂടെ കേട്ടിട്ട് തൃശ്ശൂരിന്റെ മേളക്കമ്പമുള്ളവരല്ലേ? അതെ, തീർച്ചയായിട്ടും. ചെണ്ടപ്പുറത്ത് കോലി വീണ അവിടെ കാണൂലേ അനീഷേട്ടൻ? ആന, ചെണ്ട, അങ്ങനത്തെ എല്ലാ കാര്യത്തിനും മേളപ്രേമികൾ, പൂരപ്രേമികൾ, ആനപ്രേമികൾ. അപ്പൊ വായോ. ഇതാര് ഇന്നലെ വന്ന കഥാപാത്രം? ഇന്നലെ വന്നു. യെസ്, ഇന്നലത്തെ ആ ടീമിലെ പഠിപ്പൻ. അതെ. അപ്പൊ നമുക്ക് അനീഷേട്ടന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു മേളം കേൾക്കാം. ആ പേരൊന്നും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അനന്തു. ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. ജില്ല കൊല്ലം. ഓക്കെ, കൊല്ലത്തുകാരന്റെ ആ ചെണ്ട നമുക്കൊന്ന് കേൾക്കാം. യെസ്, തുടങ്ങിയോ? ചെണ്ട ഇതേവരെ ഞാൻ ചെണ്ടയിൽ തൊട്ടിട്ട് പോലും ഇല്ല. തൊടട്ടെ? നമ്മൾ ഇങ്ങനത്തെ കാര്യം അല്ല, അല്ല അത് വേണ്ട. കാരണം ഇത്രയും എന്താ പറയാ ദൈവികമായിട്ടുള്ള ഒരു കലയാണ് ചെണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നാള് അഭ്യസിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ഒരു പരിചയമില്ലാത്ത ഞാൻ അത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. അത് റെസ്പെക്ട് ചെയ്യണ്ട എന്തായാലും. അപ്പൊ എന്തായാലും മോന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നല്ലേ? പെർഫോമൻസ് സൂപ്പറാണ്. അടുത്ത നമുക്ക് പൂരത്തിന് വിളിച്ചാലോ? ഉറപ്പായിട്ടും. ഞാനൊന്ന് ചെണ്ടയിൽ തൊട്ടോട്ടെ? കണ്ടോ, പെർമിഷൻ ചോദിക്കണം നമ്മള്. അതാണ്. അതെ, ജീവനുള്ള പോലെ തോന്നുന്നു. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പം എങ്ങനാ കപ്പല്ലേ? ആർക്കാ? ഏതാ ജില്ല? ഏതാ? കൊല്ലത്തിന് കപ്പല്ലേ? ആ, അപ്പൊ ഇവിടെ ഒരു തൃശ്ശൂർക്കാരനുണ്ട്. തൃശ്ശൂർക്കാരനും അത് തന്നെയാണ് ആഗ്രഹം. എല്ലാം കാര്യം അങ്ങനെ ആഗ്രഹിക്കുക. അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ബെസ്റ്റ് പെർഫോമൻസിന് ഏറ്റവും നല്ല ഗ്രേഡ് തന്നെ കിട്ടട്ടെ, ഏറ്റവും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. യെസ്, അതാണ്. എന്തായാലും 657 പോയിന്റ് ആയിട്ട് കൊല്ലം എപ്പോ വേണമെങ്കിലും മുമ്പോട്ട് വരാം. അതാണ് അനീഷേട്ടാ. ഏറ്റവും മുകളിൽ കണ്ണൂര്, രണ്ടാമത് കോഴിക്കോട്, മൂന്നാമതാണ് തൃശ്ശൂര്. ഏറ്റവും ആദ്യത്തെ ടീമിന് എത്ര പോയിന്റ് ഉണ്ട്? 694 പോയിന്റ് ഉണ്ട്. 94 പോയിന്റ് കണ്ണൂരിന്. രണ്ടാം സ്ഥാനത്ത് 680. മൂന്നാം സ്ഥാനം തൃശ്ശൂരിന് എത്ര ഉണ്ട്? 678. ഇഞ്ചോടിഞ്ച്. അപ്പൊ തീർച്ചയായിട്ടും അത് മാറി മറിയാം, ഫലം മാറി മറിയാം. അപ്പൊ ഇന്ന് ഇഞ്ചോടിഞ്ചാണ്, നാളെ തൃശ്ശൂർ കയറി വരും, കപ്പെടുക്കും, വിന്നറാവും. അതൊക്കെയാണ് എന്റെ ഒരു പ്രതീക്ഷ. ശക്തന്റെ മണ്ണിൽ തന്നെ ഉണ്ടാവും ആ കപ്പ്. ശക്തന്റെ മണ്ണ് എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള മണ്ണാണ്. അതാണ്. അങ്ങനെ നമുക്ക് കുറച്ചു നേരം ആ എനർജി അങ്ങ് കിട്ടിയല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ഹാപ്പിയാണ്. ഈ ഒരു പൾസിൽ വന്ന് നിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെ ആ കയ്യകലത്തിൽ നിർത്തുവാണോ അതോ ഞങ്ങളൊന്ന് ചേർത്ത് പിടിച്ചോട്ടെ? അയ്യോ, കയ്യകലൊക്കെ അവിടെ വെച്ച്. അതെ. അപ്പം ഞങ്ങളൊന്ന് ചേർന്ന് നിന്നോട്ടെ? തീർച്ചയായിട്ടും. യെസ്, അതാണ്. അപ്പം രേണുവൊക്കെ സ്ഥിരം എന്നെക്കാളും കൂടുതൽ ബിഗ് ബോസ് അത്രയും ഇരുന്ന് കാണുന്ന, ലൈവൊക്കെ ഇരുന്ന് കാണും, നട്ടപ്പാതിരക്കൊക്കെ ഇരുന്ന് കാണും. ഞങ്ങൾ റൂമിലുണ്ടല്ലോ ഈ വിന്നിംഗ് ടൈമിൽ ഞാനും വിനയൊക്കെ കാത്തിരുന്നിങ്ങനെ കാണുക. അനീഷേട്ടൻ വിനയരാജ് കാണുന്നുണ്ടല്ലോ. വിനയരാജ് നമ്മള് ആ സ്ഥാനാർത്ഥികൾ ആ രീതിയിൽ കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നത്. അനീഷേട്ടന്റെ റീല് സഹിതം എല്ലാം ഞങ്ങൾ കാണുക. വിനയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. വിനയ്ക്ക് ഞങ്ങള് അവിടെ ഉണ്ട്. വലിയ ഫാനാ, അതിനേക്കാളും വലിയ ഫാനാ. ആ വിനയരാജിനൊരു നല്ലൊരു ഹായ്. വിനയരാജിന് ഒരു ബിഗ്
ഹായ്. അതെ, അവള് സന്തോഷിക്കായിരിക്കും. കേരള വിഷനിലെ എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഒപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അതെ എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരോട് എനിക്കിനി വോട്ട് ചെയ്തില്ലെങ്കിലും എന്നെ അറിയുന്നുണ്ടല്ലോ ആളുകൾ. അപ്പൊ അവരോടെല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു അനീഷേട്ടാ, ഇത്രയും നേരം നമ്മുടെ കൂടെ വിലപ്പെട്ട സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചത്. ഓക്കെ, അപ്പൊ ബാക്കി ഇവന്റുകളൊക്കെ കാണുക. ഉറപ്പായിട്ടും. കേരള വിഷൻ ന്യൂസിന്റെ സ്നേഹം എപ്പോഴും അനീഷേട്ടന്റെ കൂടെ തീർച്ചയായിട്ടും. എന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബുക്ക് എഴുതിയപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത ചാനലാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കടപ്പാടൊക്കെ എനിക്ക് എന്നും ഉണ്ട്. അതെ, അപ്പം തീർച്ചയായും താങ്ക് യു അനീഷേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പം അനീഷേട്ടൻ സെൽഫിയുടെ തിരക്കിലേക്ക്, സെൽഫി മൂഡിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ആരാധക വൃന്ദം ഒതുങ്ങിയിരിക്കുന്നു. അതെ, കുറച്ച് സെൽഫി ഒക്കെ കൊടുക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോവാം. ഇടവേള. അനീഷേട്ടൻ നോക്കാം. കലക്കൻ പൂരം പവേർഡ് ബൈ